ചെയ്യുന്നത്. ആ സംസ്കാരമാണ് സനാതനധർമ്മത്തിന്റെ സംസ്കാരം. ഒരു പാരഗ്രാഫ് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്ത്? സംസ്കാരം എന്താണെന്ന് ഞാൻ പറഞ്ഞു. ധർമ്മം എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരമ്മ അത് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽക്ക് രാത്രി ഉറങ്ങുന്നത് വരെ ചെയ്യുന്ന ആചാരങ്ങളുടെ സമൂഹം ഒരുമിച്ച് ചേർക്കുക. ഞായറാഴ്ച രാവിലെ മുതൽക്ക് ശനിയാഴ്ച രാത്രി വരെ, അതുപോലെ തന്നെ ചിങ്ങമാസം 1-ാം തീയതി മുതൽക്ക് കർക്കിടക 31-ാം തീയതി വരെ ആ അമ്മ ചെയ്യുന്ന പ്രതിദിന, പ്രതിവാര, പ്രതിമാസ, പ്രതിവർഷ ആചാരങ്ങള് ഒരുമിച്ച് ഒരു പുസ്തകത്തിൽ എഴുതിയാൽ ആ പുസ്തകത്തിന്റെ പേരാണ് മാതൃധർമ്മം. വളരെ സിമ്പിൾ, ഒരു കോംപ്ലിക്കേഷനും ഇല്ല, അതിനകത്ത് കൺഫ്യൂഷൻ ഇല്ല, കോൺട്രഡിക്ഷൻ ഇല്ല, ഒരു തരത്തിലും ബയസ്ഡായിട്ട് അപ്രോച്ച് ഇല്ല. All the acharas to be performed by the father daily, weekly, monthly and as an annual basis. ആ ആചാരങ്ങളെ ഒരുമിച്ച് എഴുതിയാൽ പിതൃധർമ്മം, മകനനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് പുസ്തകത്തിൽ എഴുതിയാൽ പുത്രധർമ്മം, പുത്രീധർമ്മം, ആചാര്യധർമ്മം, അമാത്യധർമ്മം, അമാത്യൻ മന്ത്രിയുടെ ധർമ്മം. നമ്മുടെ നാടിന്റെ അറിവുകൾ 2 കയ്യും നീട്ടി സ്വീകരിക്കാൻ നമ്മുടെ യോഗ, അമേരിക്കയിലെ 1.7 കോടി ജനങ്ങൾ ഇന്ന് യോഗ അവരുടെ ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ട്. ആയുർവേദം 930 യൂണിവേഴ്സിറ്റികളില് ആയുർവേദം പഠിപ്പിക്കുന്നു. 186 യൂണിവേഴ്സിറ്റികളില് ഭഗവത്ഗീത സിലബസിന്റെ ഭാഗം. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ കെല്ലോഗ്സ് കോളേജിലും ഡാർട്ട്മൌത്ത് കോളേജിലെയും പ്രൊഫസർമാരെ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇന്ത്യൻ അപ്രോച്ച് ടു മാനേജ്മെന്റ്, ദ മാനേജ്മെന്റ് ബേസ്ഡ് ഓൺ ഭഗവത്ഗീത, ദ മാനേജ്മെന്റ് ബേസ്ഡ് ഓൺ ധർമ്മ ഇസ് ദ പാർട്ട് ഓഫ് ദ കരിക്കുലം ഓഫ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. 441 വേദമന്ത്ര പുസ്തകങ്ങൾ മെസാച്യൂസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി MIT-യിലുണ്ട്. ഭാരതത്തിന്റെ അറിവുകൾ 2 കയ്യും നീട്ടി സ്വീകരിക്കുന്ന ലോകരാഷ്ട്രങ്ങൾ മുമ്പോട്ട് വരുമ്പോൾ ഓർമ്മിക്കുക, ചെറിയൊരു സിനിമ മിസ്റ്റിക് ഇന്ത്യ എന്തെങ്കിലും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ കാണാൻ സാധിക്കണം. ഇവിടെ വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഐമാക്സ് തിയേറ്ററിൽ അത് വരുള്ളൂ. മിസ്റ്റിക് ഇന്ത്യ 28 മിനിറ്റുള്ള സിനിമ. ഗുജറാത്തിൽ നിന്ന് സ്വാമിനാരായണൻ എന്നൊരു പയ്യൻ നേരെ ഭാരതം മുഴുവനും കറങ്ങി തിരിച്ച് ഗുജറാത്തിലേക്ക് വരുന്നൊരു കഥ. അത് കാനഡയിലെ ജനസംഖ്യ 3 കോടി, 1.7 കോടി കാനഡക്കാർ ആ സിനിമ കണ്ടിട്ടുണ്ട്. 1.7 കോടി കാനഡക്കാര് ആ സിനിമ കണ്ടിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച ഇംഗ്ലണ്ടിൽ നടന്ന സർവേയില് 40,000 പേര് പങ്കെടുത്തു. 40,000 പേരോട് ചോദിച്ച ചോദ്യം 3 ചോദ്യം. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന രാജ്യമേത്? നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന നമ്പർ 1 സിറ്റി ഏത്? നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന നമ്പർ 1 പാലസ് ഏത്? 3 ചോദ്യം. അതില് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന രാജ്യം, അതിന് ആൻസർ വന്നത് ഭാരതമാണ്. 97.3% പേര് ഭാരതത്തെ അവർ മാർക്ക് ചെയ്തു. അത്ഭുതകരമാം വിധം 2004 ഭാരതം 12ാം സ്ഥാനത്തായിരുന്നു, 2006 ഭാരതം 4ാം സ്ഥാനത്തായിരുന്നു, 2007 ഭാരതം 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. ലോകജനത കാണാൻ ആഗ്രഹിക്കുന്ന ഉജ്ജ്വലമായ രാഷ്ട്രം ഭാരതം. എന്തുകൊണ്ട് നിങ്ങൾ ഭാരതത്തെ കാണാൻ ആഗ്രഹിക്കുന്നു? ബ്രാക്കറ്റിൽ എഴുതാം, ദ കൾച്ചർ ഓഫ് ഇന്ത്യ. ദാറ്റ് ഈസ് വാട്ട് വി വാണ്ട് ടു ലേൺ. അപ്പൊ സംസ്കാരം, നമ്മുടെ സംസ്കാരത്തെ കാണാനാണ് അവർ വരുന്നത്, നമ്മുടെ സംസ്കാരത്തെ കുറിച്ച് പഠിക്കാനാണ് അവർ വരുന്നത്. ഓർമ്മിക്കാം, ഇന്ന് ലോക ജനതയുടെ മുമ്പിൽ ഭാരതം അസാധാരണമാം വിധം ഉജ്ജ്വലമായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ കൈക്കൂലിയുണ്ട്, ഇവിടെ രാഷ്ട്രീയക്കാരുണ്ട്, ഇവിടെ കള്ളത്തരമുണ്ട്, ഇവിടെ സ്ലം ഏരിയ ഉണ്ട്, ഇവിടെ എന്ത് കുറവുമുണ്ട്. അതെല്ലാം ഇരിക്കട്ടെ, അതെല്ലാം പണ്ടും ഇന്നും എല്ലാം നിറഞ്ഞിരിക്കുന്ന രാജ്യം തന്നെ എന്ന് കണക്കാക്കാം. എന്നിട്ടും ഈ രാജ്യം അസാധാരണമാം വിധം മാറുന്നു. കഴിഞ്ഞ മാസമാണ് ലക്ഷ്മി മിറ്റൽ ബർമിംഗ്ഹാം ടൗൺഷിപ്പ് മൊത്തം വിലയ്ക്ക് വാങ്ങിച്ചത്. ഇടതും വലതുമില്ലാതെ ഇംഗ്ലണ്ടിൽ ഒരു സിറ്റി മൊത്തം നമ്മുടെ ഇന്ത്യക്കാരൻ വിലയ്ക്ക് വാങ്ങിച്ചു. കഴിഞ്ഞ ആഴ്ചയാണ് ടാറ്റ കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന കോറസ് എന്ന പ്ലാന്റ് ഒരു വിഷമമില്ലാണ്ട് $13 ബില്യൺ വാങ്ങിച്ചത്. രാവിലെ എഗ്രിമെന്റ്, വൈകുന്നേരം പൈസ കൊടുത്ത് വാങ്ങിച്ചു. ഭാരതം സാംസ്കാരിക മൂല്യങ്ങൾ മാത്രമല്ല, ശാസ്ത്രവും സാങ്കേതിക വിദ്യയുടെയും പരമകാഷ്ഠയിൽ എത്തുന്നു. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുണ്ടാവും, ഇത്രയും സാംസ്കാരിക മൂല്യങ്ങളുള്ള രാഷ്ട്രം എന്തുകൊണ്ട് 1000 വർഷം അടിമത്തത്തിലായി? എന്തുകൊണ്ട് ഇത്രയും ഉജ്ജ്വലമായ സംസ്കൃതം
മണ്ണടിഞ്ഞു പോയി. ഇത്രയും വലിപ്പം പറയാനുള്ള ഇത് ഈ നാട്ടിൽ എന്തുകൊണ്ട് സംഭവിച്ചു? ഒരു ഉത്തരമേ പറയാനുള്ളൂ. ഒരു ഉത്തരം, എന്റെ പൈതൃകത്തോട് എനിക്ക് ബഹുമാനമില്ലെങ്കിൽ, എന്റെ ഭാഷയോട് എനിക്ക് സ്നേഹമില്ലെങ്കിൽ, എന്റെ രാഷ്ട്രത്തിന്റെ നന്മയെ സംരക്ഷിക്കണമെന്ന് എനിക്ക് തോന്നിയില്ലെങ്കിൽ, ഏത് രാഷ്ട്രത്തിന്റെ ഏത് നന്മകളും മണ്ണടിഞ്ഞു പോകുമെന്നുള്ള ഉറപ്പ്. സംസ്കൃതം പഠിക്കാൻ ആളില്ലെങ്കിൽ സംസ്കൃതം നശിക്കും. നമ്മുടെ പൈതൃകം ഓർക്കാൻ ആളില്ലെങ്കിൽ പൈതൃകം മണ്ണടിഞ്ഞു പോകും. നമ്മളുടെ നന്മകൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ അച്ഛനമ്മമാർക്ക് സമയവും സൗകര്യവും ഇല്ല എങ്കിൽ അതേ തലമുറയോടുകൂടി അത് പോകും. ഓർമ്മിക്കാം, ക്യാൻസർ വരാൻ 69 കാരണങ്ങളുണ്ട്. ആകാശത്ത് മഴക്കാറുണ്ടെങ്കിലും മഴ പെയ്യണമെങ്കിൽ 70 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതുപോലെ തന്നെ ഒരു രാഷ്ട്രത്തിന്റെ സംസ്കൃതി നശിച്ചു പോകാൻ ഒരു കാരണമല്ല, 70 പരം കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എനിക്കും നിങ്ങൾക്കും ഈ സംസ്കാരത്തോട് പുച്ഛവും നിഷേധാത്മകതയും അവഹേളനവും ആണെങ്കിൽ ഈ നാട്ടിലെ പൗരന്മാർക്ക് വേണ്ടാത്തത് എങ്ങനെ ഈ നാട്ടിൽ വളരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യമല്ല. നമ്മൾ എതിർക്കുന്നത് ഏതൊക്കെയോ കാര്യത്തെയാണ്. ഒന്നകത്തേക്ക് ഇറങ്ങിച്ചെല്ലുക. നിങ്ങൾ SFI ആകട്ടെ, ABVP ആകട്ടെ, KSU ആകട്ടെ, DYFI ആകട്ടെ, ഏത് ചോദ്യം നിങ്ങൾ ചോദിച്ചാലും ജഗദീശ്വരന്റെ നാക്കിന് എനർജി തരികയാണെങ്കിൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നതോ പറ്റാത്തതോ ആണെങ്കിലും വസ്തുതാപരമായിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഈശ്വരൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ ഏത് ചോദ്യം വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. doubt123@india.com doubt123@india.com. സംശയമുണ്ടെങ്കിൽ ഇത് ഞാൻ അവസാനമായിട്ട് പറഞ്ഞത്. ചിലപ്പോൾ സമയം 4:30 ക്രോസ് ചെയ്യുമ്പോൾ ഇനി നിങ്ങൾക്ക് നിന്ന് സംശയം ചോദിക്കാൻ സമയമില്ലായിരിക്കാം. അതുകൊണ്ട് സന്തോഷമുണ്ട്. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരൊറ്റ രാഷ്ട്രത്തിന്റെ മക്കളാണ്, ഒറ്റ സംസ്കാരത്തിന്റെ മക്കളാണ്. ആ സംസ്കാരത്തെ നിലനിർത്തേണ്ടത് നമ്മുടെ ധർമ്മമാണ്. ആ സംസ്കാരത്തെ വളർത്തേണ്ടത് നമ്മുടെ ക്രിസ്ത്യാനിയാകാം, മുസ്ലിമാകാം, ഹിന്ദുവാകാം. സൗദി അറേബ്യയിലോ മിഡിൽ ഈസ്റ്റിലോ പോകുമ്പോൾ ഹിന്ദുക്കളെ ഒറ്റിക്കൊടുക്കരുത്. അമേരിക്കയിലോ കാനഡയിലോ പോകുമ്പോൾ ഈ നാട്ടുകാരെ ഒറ്റിക്കൊടുക്കരുത്. നമ്മളെല്ലാം ഒരുമിച്ച് ഭാരതത്തിനകത്തും പുറത്തും സഹനാവവതു സഹനവും പുനഃത്തു സഹവീര്യം കരവാവഹൈ എന്ന മന്ത്രത്തിലൂടെ നന്മ നിറഞ്ഞത് കേൾക്കാനും നന്മ നിറഞ്ഞത് കേൾപ്പിക്കാനും നന്മ നിറഞ്ഞത് കാണാനും നന്മ നിറഞ്ഞത് കാണിപ്പിക്കാനും നന്മ നിറഞ്ഞത് സംസാരിക്കാനും നന്മ നിറഞ്ഞത് സംസാരിപ്പിക്കാനും നന്മ നിറഞ്ഞത് ചിന്തിക്കാനും നന്മ നിറഞ്ഞത് ചിന്തിപ്പിക്കാനും നന്മ നിറഞ്ഞത് പ്രവർത്തിപ്പിക്കാനും ജഗതീശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇനിയും ഒരു 10 ജന്മമുണ്ടെങ്കിൽ ആ 10 ജന്മവും പരമപവിത്രമായ ഭാരതത്തിന്റെ മണ്ണിൽ തന്നെ നമുക്ക് ലഭ്യമാക്കാൻ ജഗതീശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും ശ്രദ്ധയോടുകൂടി ഇവിടെ ഇരുന്ന എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോട്, അതേപോലെ തന്നെ സനാതന ധർമ്മ ചെയറിലെ പ്രവർത്തകരോട്, സംപൂജ്യനായ സ്വാമിജിയോട്, ആരാധ്യരായ വൈസ് ചാൻസലറോട്, അതുപോലെ തന്നെ അധ്യക്ഷനോട്, നിങ്ങളോട് ഓരോരുത്തരോടും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ എനിക്ക് പറയാനുള്ളത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിനപ്പുറത്തുള്ള ഒരു വികാരവുമായിട്ടാണ് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലെ ഈ ഓഡിറ്റോറിയത്തില് ഗോപാലകൃഷ്ണൻ എന്ന ചെറിയ മനുഷ്യൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഗോപാലകൃഷ്ണന്റെ പ്രണാമം.